നമ്മളിനിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ പഠിക്കുന്നത് ബ്രെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്താണ്? ബ്രെയിൻ ഈസ് എ ഓർഗൻ ദറ്റ് കൺട്രോൾസ് തോട്ട്, നമ്മൾ ചിന്തിക്കുന്ന കഴിവ്, പിന്നെ ഇമോഷൻ, നമ്മുടെ ഫീലിങ്സ്, മെമ്മറി, ടച്ച്, വിഷൻ, ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, ബ്രീത്തിങ്, ടെമ്പറേച്ചർ, ഇപ്പോൾ നമുക്ക് ചൂടുണ്ടോ തണുപ്പുണ്ടോ എന്നുള്ളതൊക്കെ അറിയുന്നതൊക്കെ ബ്രെയിൻ കൊണ്ടാണ്. പിന്നെ ഹങ്കർ, വിശക്കുണ്ടോ എന്നുള്ളത്, സോൾവിങ് പ്രോബ്ലം, അങ്ങനെ ഒരുവിധം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. പിന്നെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻസ്. അതായത് വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത്. ഇപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്കത് നിർത്താനും വിചാരിച്ചാൽ അത് തുടങ്ങാനും സാധിക്കും. അതാണ് വോളണ്ടറി ആക്ഷൻസ്. അതായത് ക്ലാപ്പിംഗ്, റീഡിങ്, ഈറ്റിംഗ്, റണ്ണിങ്, ഇതൊക്കെ വോളണ്ടറിയാണ്. പിന്നെ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്, അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ കുറേ നേരം പിടിച്ച് നിൽക്കുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമ്മളത് തനിയെ ബ്ലിങ്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്, കാരണം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വോളണ്ടറി ആക്ഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഇൻവോളണ്ടറി ആക്ഷൻസ്. വോളണ്ടറി മസിൽസ് ആൻഡ് ഇൻവോളണ്ടറി മസിൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബ്രെയിനിൻ്റെ ഏറ്റവും മെയിൻ ഫങ്ഷൻ. ഇപ്പോൾ ഈ ഓർഗൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം ബ്രെയിൻ ആണെന്ന് പറയാം. Our brain consists of 3 major parts. 3 parts ആണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അത് സെരിബ്രം, സെരിബെല്ലം, മെഡുല ഒബ്ലോങ്കട്ട. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് നമ്മുടെ ബ്രെയിനിലത്തെ 3 പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ബ്രെയിനിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സെരിബ്രം. അപ്പോൾ സെരിബ്രം ഈസ് ദ അപ്പർ മോസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ടും ഏറ്റവും ലാർജസ്റ്റ് പാർട്ടും ബ്രെയിനിൽ സെരിബ്രമാണ്. അപ്പോൾ ഈ സെരിബ്രമിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് us ടു തിങ്ക്, ഇമാജിൻ, പിന്നെ റിയാക്ട് ടു മെസ്സേജസ് ഫ്രം അവർ സെൻസ് ഓർഗൻ. അപ്പോൾ അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് തരുന്ന മെസ്സേജസ്, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പിച്ചാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ടോ, നമുക്ക് കാണാനുള്ള ശക്തി, അതൊക്കെ ഈ സെൻസ് ഓർഗൻസ് ത്രൂ, ഇപ്പോൾ മണം വരുന്നത്, ഇപ്പോൾ നോസ്, അങ്ങനെ ടേസ്റ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെരിബ്രമാണ്. ഓക്കെ, അപ്പോൾ ഈ സെരിബ്രം കൺട്രോൾ ചെയ്യുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ? പിന്നെ മെമ്മറി, ഇപ്പോൾ ഇമാജിൻ ചെയ്യുന്നതൊക്കെ ഈ സെരിബ്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ തരുന്നത് സെരിബ്രമാണ്. അപ്പോൾ ഈ സെരിബ്രമിൽ ഈ ചിന്തിക്കാനുള്ള ശക്തി, പിന്നെ ഇതൊക്കെ ഓരോ ലോബ്സ് ആണ്. ലോബ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫോൾഡ് പോലെ ഉണ്ട്. ആ ഫോൾഡ്, ഇപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ ചെറിയ ചെറിയ ഫോൾഡ്സ്. അപ്പോൾ ഈ ഓരോ ഫോൾഡ്സാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാനും ഇപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. We have seen that brain consists of 3 parts: cerebrum, cerebellum and medulla oblongata, or it can also be said brainstem. So we have studied cerebrum. Cerebrum is the biggest part of the brain and it controls our voluntary muscles. Okay, so now the second one is cerebellum. അപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ ബ്രെയിനിൻ്റെ 3 പാർട്ടാണ്: സെരിബ്രം, സെരിബെല്ലം, പിന്നെ മെഡുല ഒബ്ലോങ്കട്ട. അപ്പോൾ സെരിബ്രം എന്നുള്ളത് ഏറ്റവും വലിയ പാർട്ട്, ബ്രെയിനിലെ ഈ 3 എണ്ണത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പാർട്ടാണ് സെരിബ്രം. ആൻഡ് ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മസിൽസ്. നമ്മുടെ വോളണ്ടറി മസിൽസ് കൺട്രോൾ ചെയ്യുന്നത് സെരിബ്രമാണ്. ഇനിയുള്ളത് സെരിബെല്ലം. സെരിബെല്ലം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹെഡ് ബിലോ ദ സെരിബ്രം. അപ്പോൾ സെരിബെല്ലം നമ്മളുടെ തലയുടെ ബാക്ക് സൈഡിൽ സെരിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് മച്ച് സ്മോളർ ദാൻ സെരിബ്രം. സെരിബ്രത്തിനേക്കാളും ഭയങ്കര ചെറിയ ഒരു പാർട്ടാണ് സെരിബെല്ലം. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. പക്ഷെ നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ സെരിബെല്ലം എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് ആ ഫിസിക്കൽ മൂവ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻസ് ഫിസിക്കൽ ബാലൻസ്. നമ്മുടെ ഫിസിക്കൽ മൂവ്മെൻറ്റും നമ്മുടെ ഫിസിക്കൽ ബാലൻസും കൺട്രോൾ ചെയ്യുന്നത് ഈ സെരിബെല്ലമാണ്. ഓക്കെ, അപ്പോൾ സെരിബെല്ലം, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സെരിബെല്ലം വി ആർ ഏബിൾ ടു സ്റ്റാൻഡ് അപ്രൈറ്റ് കീപ്പിംഗ് ദ ബാലൻസ് ആൻഡ് മൂവ് അറൗണ്ട്. ഇപ്പോൾ സെരിബെല്ലം ഉള്ള കാരണമാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും പിന്നെ വീഴാതെ, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയാതെ വീഴാതെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നത് സെരിബെല്ലം കാരണമാണ്. This part of the brain helps a person drive, throw a ball, walk across the room. ഇപ്പോൾ നമ്മളൊരു റൂമിൽ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ചുമരുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് വരികയാണ്, ബാക്കിലേക്ക് എടുക്കും അല്ലേ, അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് പോവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ സെരിബെല്ലം കാരണമാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ because it is situated below. It is smaller than cerebellum, but it is the most important part of our brain. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയോ ഇപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ആ വീട്ടിൽ വലിയവരുണ്ടെങ്കിൽ തലയിൽ അടിക്കാതെ തല ഇടിച്ച് വീഴരുത് എന്നൊക്കെ പറയണത്. ബിക്കോസ് ആ പാർട്ട് ഇപ്പം നമ്മുടെ തലയിലത്തെ ബാക്ക് സൈഡ് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെച്ചാൽ നമുക്ക് പിന്നെ നീച്ച് നടക്കാനോ അപ്പോൾ നിങ്ങൾക്ക് കളിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തല അടിച്ച് വീഴരുത്, തല ശ്രദ്ധിക്കണം, വീഴരുത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെരിബെല്ലം കഴിഞ്ഞിട്ട് തേർഡ് പാർട്ടാണ് മെഡുല ഒബ്ലോങ്കട്ട. ഇപ്പോൾ ദ തേർഡ് പാർട്ട് ദാറ്റ് ഈസ് സ്മോൾ. ഇപ്പോൾ സെരിബെല്ലത്തിനേക്കാളും ചെറുതാണ്, ബട്ട് ഇറ്റ് ഈസ് ദ മൈറ്റിയസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ ഇത് ഇപ്പോൾ സെരിബെല്ലത്തിനേക്കാളും വലുതാണ്. ഇപ്പോൾ വലുതെന്ന് പറയുന്നത് ദ ഫങ്ഷൻ ഈസ് വെരി മച്ച് മോർ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇതിൻ്റെ ജോലി എന്താണ്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിനീത്ത് ദ സെരിബ്രം ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സെരിബെല്ലം. അപ്പോൾ സെരിബ്രത്തിൻ്റെ താഴെയും സെരിബെല്ലത്തിൻ്റെ മുമ്പിലായിട്ടാണ് ഇത് നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കണക്ട്സ് റെസ്റ്റ് ഓഫ് ദ ബ്രെയിൻ ടു ദ സ്പൈനൽ കോഡ്. ഇപ്പോൾ ഈ മെഡുല ഒബ്ലോങ്കട്ടയാണ് നമ്മുടെ ബ്രെയിനിനെ സ്പൈനൽ കോഡ്, ഇപ്പോൾ നട്ടെല്ലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് റൺസ് ത്രൂ ഡൗൺ അവർ നെക്ക് ആൻഡ് ബാക്ക്. അപ്പോൾ ഈ സ്പൈനൽ കോഡാണ് നമ്മുടെ പുറം ബാക്ക് സൈഡ് കൂടെ നെക്കിൻ്റെ അത് കൂടെ ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തൊടുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഹാർഡ് ഇതുണ്ടാവും, പാർട്ടുണ്ടാവും നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ. അതാണ് സ്പൈനൽ കോഡ്, വെർട്ടിബ്ര എന്നൊക്കെ പറയും. ഇപ്പോൾ സ്പൈനൽ കോഡ് നിങ്ങൾ ഓർമ്മ വെച്ചാൽ മതി. അതാണ് ഇതാണ് ഇപ്പോൾ മെഡുല ഒബ്ലോങ്കട്ടയുടെ വർക്ക്, ജോലി എന്താണ്? ഇപ്പോൾ ഈ സ്പൈനൽ കോഡിനെ നമ്മുടെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുക. മെഡുല ഒബ്ലോങ്കട്ട ഈസ് ഇൻ ചാർജ് ഓഫ് ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി ദാറ്റ് വിച്ച് വി നീഡ് ടു സ്റ്റേ അലൈവ്. ഇപ്പോൾ മെഡുല ഒബ്ലോങ്കട്ടയുടെ ജോലി എന്താ? ഇതിൻ്റെ ചാർജ് എന്താണ്? ഇപ്പോൾ എല്ലാ ഫങ്ഷൻ, ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമില്ല എല്ലാ ജോലി വർക്ക് ചെയ്യുന്നത് ഈ മെഡുല ഒബ്ലോങ്കട്ടയാണ്. ഇപ്പോൾ ജീവിക്കാൻ ആവശ്യമുള്ളത് എന്താണ്? ബ്രീത്തിങ്, ഡൈജഷൻ, ഹാർട്ട് ഫങ്ഷൻ, ഇതൊക്കെ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കട്ടയാണ്. ഇറ്റ് ആൾസോ കീപ്സ് അവർ ബ്രെയിൻ ആക്റ്റീവ് ഡ്യൂറിങ് സ്ലീപ്പ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് വെക്കുന്നത് മെഡുല ഒബ്ലോങ്കട്ടയാണ്. പിന്നെ നമ്മൾ കണ്ടു സെരിബ്രത്തിൻ്റെ ജോലി എന്താണ്? ഇറ്റ് കൺട്രോൾസ് അവർ വോളണ്ടറി മസിൽസ്. ഇപ്പോൾ ഈ മെഡുല ഒബ്ലോങ്കട്ടയുടെ വർക്കാണ് ഇറ്റ് കൺട്രോൾസ് അവർ ഇൻവോളണ്ടറി മസിൽസ്. ഇപ്പോൾ ബ്രീതിങ്, ഇപ്പോൾ റെസ്പിറേഷൻ, ബ്രീതിങ്, പിന്നെ ഹാർട്ട് ഫങ്ഷൻ, ഡൈജഷൻ, ഇതൊക്കെ ഇൻവോളണ്ടറി മസിലാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കട്ടയാണ്. ഓക്കെ, സോ സെരിബ്രം controls our voluntary muscle, medulla oblongata controls our involuntary muscles. Okay.